എല്ലാവർക്കും നമസ്കാരം. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഗ്രീക്ക് സിവിലൈസേഷനിലെ ലാസ്റ്റ് യൂണിറ്റ് 6ാമത്തെ യൂണിറ്റിൽ ഗ്രീക്ക് ലെഗസിയെ കുറിച്ചാണ്. ഗ്രീക്കുകാരുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാന സംഭാവനകളെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് സയൻസ് ആൻഡ് മെഡിസിൻ, ശാസ്ത്ര മേഖലയിൽ ഗ്രീക്ക് നൽകിയിട്ടുള്ള സംഭാവനകളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം പൈതഗോറസ്. നമുക്കറിയാം പൈതഗോറിയൻ തിയറി ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. പൈതഗോറസ് എന്ന് പറഞ്ഞാൽ ഈസ് എസ്ട്രോണമർ ആയിരുന്നു. അതുപോലെ തന്നെ അന്ന് അറിയപ്പെടുന്ന ഹെവൻലി ബോഡീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകാശഗോളങ്ങൾ, ഹെവൻലി ബോഡീസ്, ഈ ആകാശഗോളങ്ങളെ ഒരു ഓർഡറിലാക്കിയിട്ടുള്ള ആളായിരുന്നു പൈതഗോറസ്. എർത്ത്, മൂൺ, മെർക്കുറി, വീനസ്, സൺ, മാർസ്, ജൂപ്പിറ്റർ, സാറ്റൺ, ഇതൊക്കെയാണ് അന്ന് അറിയപ്പെട്ടിരുന്ന ഹെവൻലി ബോഡീസ് അഥവാ ആകാശഗോളങ്ങൾ. ഇതിനെ ഒരു ഓർഡറിലാക്കിയിട്ടുള്ള വ്യക്തിയായിരുന്നു പൈതഗോറസ്. പിന്നീട് അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു തിയറിയാണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. പൈതഗോറിയൻ തിയറം, A²+B²=C² എന്ന് പറയുന്ന തിയറി. അതായത് പൈതഗോറസ് ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റീഷ്യൻ കൂടിയായിരുന്നു. നെക്സ്റ്റ് ആണ് ഡെമോക്രിറ്റസ് എന്ന് പറഞ്ഞ ആളാണ് ഈസ് കൺസിഡർ ആസ് എ ഫാദർ ഓഫ് മോഡേൺ ആറ്റോമിക് തിയറി. ഇന്നത്തെ ആറ്റോമിക് തിയറിയുടെ, മോഡേൺ ആറ്റോമിക് തിയറിയുടെ ഫാദർ എന്ന് കൺസിഡർ ചെയ്യുന്ന ആളാണ് ഡെമോക്രിറ്റസ്. അതിനോടൊപ്പം തന്നെ ഇദ്ദേഹം ആന്ത്രപ്പോളജിയോടും കൂടുതൽ നരവംശശാസ്ത്രത്തിനോടും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം റിലീജിയനെ കുറിച്ചും ലാംഗ്വേജിന്റെ ഒറിജിനെ കുറിച്ചെല്ലാം ഒരുപാട് റൈറ്റിങ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ മറ്റൊരു വ്യക്തിയാണ് യൂഡോക്സസ് ഓഫ് നിഡോസിലെ യൂഡോക്സസ്. ഇദ്ദേഹമാണ് ഫസ്റ്റ് ഗ്രീക്ക് അസ്ട്രോണമർ എന്ന പേര് ലഭിക്കുന്ന വ്യക്തി. ആദ്യത്തെ ഗ്രീക്ക് അസ്ട്രോണമർ എന്ന പേര് ലഭിക്കുന്നത് യൂഡോക്സസിനാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു മാത്തമാറ്റിക്കൽ സിസ്റ്റവും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. മാത്തമാറ്റിക്കൽ ഫീൽഡിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സിസ്റ്റവും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇദ്ദേഹം ഈ ആകാശഗോളങ്ങളുടെ, ഹെവൻലി ബോഡീസിന്റെ മൂവ്മെന്റിനെ കുറിച്ച് ആകാശഗോളങ്ങളുടെ ചലനത്തെക്കുറിച്ച് തിയറീസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ആകാശഗോളങ്ങളുടെ ചലനത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് 27 കേന്ദ്രീകൃത ഗോളങ്ങൾ പരസ്പര ബന്ധിതമായിട്ട് കിടക്കുന്നത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആകാശഗോളങ്ങളുടെ മൂവ്മെന്റ്, ചലനത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് 27 കേന്ദ്രീകൃത ഗോളങ്ങളുടെ ഇന്ററാക്ഷൻസ് കാരണമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എർത്ത് സെന്റർ ആക്കിക്കൊണ്ടാണ് ഇവയെല്ലാം പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത തിയറി എന്ന് പറയുന്നത്. അടുത്തൊരു വ്യക്തിയാണ് അരിസ്റ്റാർക്കസ് ഓഫ് സാമോസിലെ അരിസ്റ്റാർക്കസ്. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു സെമി ഹീലിയോസെൻട്രിക് തിയറി. എന്താണ് ഹീലിയോസെൻട്രിക് തിയറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സണ്ണാണ് എല്ലാത്തിൻ്റെയും സെന്റർ എന്നുള്ള തിയറിയാണ് ഹീലിയോസെൻട്രിക് തിയറി. അതിനൊരു സെമി ഹീലിയോസെൻട്രിക് തിയറിയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞത് സ്റ്റാർസും സണ്ണുമാണ് എല്ലാത്തിൻ്റെയും സെന്റർ എന്നാണ് പറഞ്ഞത്. സ്റ്റാർസും സണ്ണും എല്ലാത്തിൻ്റെയും സെന്ററാണ്. എർത്ത് സണ്ണിന് ചുറ്റും സർക്കിൾ രൂപത്തിൽ തിരിയുകയാണ് എന്നാണ് പറഞ്ഞത്. ദെൻ അടുത്തൊരു വ്യക്തിയാണ് ഇറാറ്റോസ്തനീസ് ഓഫ് ഇറാറ്റോസ്തനീസ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഈ ഇറാറ്റോസ്തനീസ് ആസ്ട്രോണമി, ജിയോമെട്രി തുടങ്ങിയ മേഖലകളിലും കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. എർത്തിന്റെ പുറംഭാഗത്തിന്റെ ഒരു ആക്ച്വൽ മെഷർമെന്റ് നൽകിയ വ്യക്തിയും കൂടിയാണ് ഇറാറ്റോസ്തനീസ് എന്ന് പറയുന്ന ആള്. അപ്പൊ എർത്തിന്റെ ഒരു ആക്ച്വൽ അളവ് അദ്ദേഹം പറയുന്നുണ്ട്. ദെൻ എർത്തിന്റെ ആക്സിസ്, അതിന് കാറ്റലോഗ് ഒരു 675 സ്റ്റാർസും അദ്ദേഹം കാറ്റലോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എർത്തിന്റെ ആക്സിസ് മെഷർ ചെയ്യുക മാത്രമല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്, സ്റ്റാർസിനെ കുറിച്ച് പഠനം നടത്തിക്കൊണ്ട് ഒരു 675 സ്റ്റാർസിനെ കുറിച്ച് അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട്. അടുത്തൊരു വ്യക്തിയാണ് ഹിപ്പാർക്കസ് ഓഫ് ഹിപ്പാർക്കസിനെ കുറിച്ച്. അദ്ദേഹം ഈജിപ്തിലാണ് ജീവിച്ചിരുന്നതും പിന്നീട് ഗ്രീക്കിലേക്ക് വരികയാണ് ചെയ്തത്. ഇദ്ദേഹത്തിനെയാണ് ഫസ്റ്റ് ഗ്രീക്ക് ടു കൺസ്ട്രക്ട് എ ഫുൾ തിയറി ഓഫ് മോഷൻ ഓഫ് സൺ ആൻഡ് മൂൺ. സൂര്യന്റെയും ചന്ദ്രന്റെയും ചലനത്തെക്കുറിച്ചുള്ള ഒരു ഫുൾ തിയറി ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഗ്രീക്ക് വ്യക്തി എന്ന് പറയുന്നത് ഹിപ്പാർക്കസ് ആണ്. അതുപോലെ തന്നെ ഇദ്ദേഹം സണ്ണും മൂണും തമ്മിലുള്ള ഡിസ്റ്റൻസ് അനുമാനിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അടുത്തൊരു വ്യക്തിയാണ്
ടോളമി സ്റ്റാർസിന്റെ ഒരുപാട് ലിസ്റ്റുകൾ ഉണ്ടാക്കുകയും സ്റ്റാർസിനെ കുറിച്ച് പഠനം നടക്കുകയും തിയറി ഓഫ് മോഷൻ ഉണ്ടാക്കിയെടുക്കുകയും, അതായത് ചലനത്തിന്റെ തിയറി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തൊരു ആളാണ് ഇദ്ദേഹം. ഒരു 5 പ്ലാനറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ആ കാലഘട്ടത്തിൽ പറയുന്നുണ്ട്, 5 പ്ലാനറ്റ്. ഇനി അടുത്താണ് ഹിപ്പോക്രൈറ്റ്സ് ഓഫ് കോസ്. ഹിപ്പോക്രൈറ്റ്സ് നമ്മൾ പിന്നെയും കേട്ടിട്ടുണ്ടാവും അല്ലെ. ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഹിപ്പോക്രൈറ്റ്സ് എന്ന് പറയുന്നത്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ ട്രീറ്റ്മെന്റിനെ കുറിച്ചും ഹ്യൂമൻ ബോഡിനെ കുറിച്ചും ഒക്കെ ഒരു 60 or 70 തിയറീസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹ്യൂമൻ ബോഡി, അതിനുമായിട്ട് ബന്ധപ്പെടുന്ന ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഹ്യൂമൻ ബോഡി എങ്ങനെയാണ് ഹെൽത്തി ആയിരിക്കുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഡയറ്റ്, പ്രോപ്പർ ബാലൻസ് ഓഫ് ഹ്യൂമൻസ്, പലതിൻ്റെ നമ്മുടെ ശരീരത്തിലെ പല ഘടകങ്ങളിലും ബാലൻസ്ഡ് ആയി പോകുന്നതിൻ്റെ ആവശ്യകത, ഡയറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ആവശ്യകത, ഇതൊക്കെയും ഹിപ്പോക്രാറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം എപ്പിഡമിക്സിനെ കുറിച്ച്, പകർച്ചവ്യാധികളെ കുറിച്ച് ഒരു ബുക്ക് തയ്യാറാക്കി ഒരു ജേണൽ രൂപത്തിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് പബ്ലിഷ് അബൌട്ട് എപ്പിഡമിക്സിനെ കുറിച്ച്, പകർച്ചവ്യാധികളെ കുറിച്ച് അദ്ദേഹം പഠിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം, ഹിപ്പോക്രാറ്റ്സിന്റെ മരണത്തിന് ശേഷം ഈ കോസ് എന്ന് പറയുന്ന സ്ഥലം മെഡിക്കൽ സ്റ്റഡീസിന്റെ സെന്റർ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. കോസ് എന്ന് പറഞ്ഞ പ്രദേശം, ഗ്രീസിലെ പ്രദേശം ഈ മെഡിക്കൽ കാര്യങ്ങളുടെയൊക്കെ ഒരു സെന്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ടുള്ള ആളാണ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടിൽ സൺ ഓഫ് ഫിസിഷ്യന്റെ മകനാണ്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ നോളജ് ഉണ്ടായിരുന്നു, അച്ഛനിൽ നിന്ന് കിട്ടിയ മെഡിക്കൽ നോളജ് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം മെഡിസിൻ ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്തിട്ടില്ല. പക്ഷെ ഹി നോ അബൌട്ട് അനാട്ടമിയെ കുറിച്ച് വളരെ വിവരം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ആൾ. ദെൻ അടുത്താണ് ഹെറോഫിലോസ് ഓഫ് ഷാൽഡനിലെ ഹെറോഫിലോസ് എന്ന് പറയുന്നത് മോഡേൺ ന്യൂറോളജിയുടെ ഫാദർ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് മോഡേൺ ന്യൂറോളജി. ബ്രെയിനും നെർവസ് സിസ്റ്റവും ബ്രെയിനും തമ്മിൽ ബന്ധമുണ്ടെന്ന് ആദ്യമായിട്ട് പറയുന്നത് ഈ ഹെറോഫിലസ് ആണ് പറയുന്നത്. നെർവസ് സിസ്റ്റം ആൻഡ് ബ്രെയിൻ വെർ ആക്ച്വലി റിലേറ്റഡ് എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. ഇപ്പം ഇത്രയാണ് സയൻസ് ആൻഡ് മെഡിസിൻ ഫീൽഡിൽ ഗ്രീക്കിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ലിറ്ററേച്ചർ ആൻഡ് ഹിസ്റ്ററി. ലിറ്ററേച്ചർ ഫീൽഡ് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ റൈറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ലാംഗ്വേജ് സിസ്റ്റത്തിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. ഈ ഗ്രീക്കിലേക്ക് റൈറ്റിംഗ് എന്ന് പറയുന്ന സിസ്റ്റം, ഒരു ആൽഫബറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫെനിഷ്യൻസ് ആണ്. ഈ ഫെനിഷ്യൻസ് ആണ് ഗ്രീക്ക് ഒരു ആൽഫബറ്റ് സിസ്റ്റം. ഫെനിഷ്യൻസ് ആണ് ആൽഫബറ്റ് സിസ്റ്റം ഗ്രീക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 14th century BCയിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഫെനിഷ്യൻ ആൽഫബറ്റിന്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ വവൽ ശബ്ദം ഉണ്ടായിരുന്നില്ല. വവൽസ് ഇല്ലാത്ത ഒരു ആൽഫബറ്റ് രീതിയാണ് അവർ കൊണ്ടുവന്നത്. ഗ്രീക്സ് ആണ് ആൽഫബറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഫെനിഷ്യൻ ആൽഫബറ്റിക് സിസ്റ്റത്തിന്റെ കൂടെ വവൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രീക്സ്. അപ്പോൾ ഗ്രീക്സ് വേർ ഇൻവെന്റ് വവൽ സൗണ്ട്സ് അവരാണ് കൊണ്ടുവരുന്നത്. ദെൻ ഹോമർ. ഗ്രീസിനെ കുറിച്ചുള്ള ഒരു വലിയ കഥകളെല്ലാം അടങ്ങിയിരിക്കുന്നു ഹോമറിന്റെ ഇല്യാഡ് ആൻഡ് ഒഡീസിയിൽ നിന്നാണ്. ഈ ഇല്യാഡ് ആൻഡ് ഒഡീസി എന്ന് പറഞ്ഞ ഇതിഹാസ കൃതിയിൽ നിന്നാണ്, ഹോമറിന്റെ ഇതിഹാസ കൃതിയിൽ നിന്നാണ് ഗ്രീസിന്റെ ഒരു വലിയ ചരിത്രം, ഹെലനിക് ഏജിന്റെ ഒരു ചരിത്രം തന്നെ കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയറ്റായിരുന്നു ഹോമർ. 6th century BCയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ദെൻ അതിനുശേഷം സോളൻ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ ഉണ്ടായിരുന്നു. ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ഇല്യാഡ് ആൻഡ് ഒഡീസിയുടെ ഒക്കെ പീരീഡ് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ഏജ് ഓഫ് ലിറ്ററേച്ചർ എന്നും പറയുന്നുണ്ട് ഗ്രീക്കിൽ. പിന്നീട് വന്നത് ഒരു 5th century BC ഒക്കെ ആയപ്പോൾ ഒരുപാട് ട്രാജിക് ഡ്രാമാസ്, നാടകങ്ങൾ, അതായത് ട്രാജഡി എന്ന് പറയുന്നത് ഒരു പ്രധാന വിഷയമായിരുന്നു. എല്ലാ നാടകങ്ങളുടെയും ഡ്രാമാസിന്റെ അവസാനം ഒരു ട്രാജിക് എൻഡ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു കോമൺ കാര്യമായിട്ട് വന്നു. ഗ്രീക്ക് ട്രാജഡിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് ഏഷ്യലൈസിനെയാണ്. AESCHYLUS. ഏഷ്യലൈസിനെയാണ് ഫൗണ്ടർ ഓഫ് ഗ്രീക്ക് ട്രാജഡി എന്ന് അറിയപ്പെട്ടത്. ഈ ഏഷ്യലസിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 525 to 465 BC ആണ്. ഈ ഒരു ഗ്രീക്ക് ട്രാജഡിയിൽ അല്ലെങ്കിൽ ഗ്രീക്ക് ഡ്രാമാസിലൊക്കെ പണിഷ്മെന്റിനെ കുറിച്ചും തെറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയും തെറ്റിനെ പറ്റിയിട്ടും പണിഷ്മെന്റ്സിനെ കുറിച്ചൊക്കെ ഡ്രാമാസിൽ പറഞ്ഞു പോകുന്നുണ്ട്. അടുത്തൊരു വ്യക്തിയാണ് സൊഫോക്ലസ്. സൊഫോക്ലസ് എന്ന വ്യക്തി ജീവിച്ചിരുന്നത് 496 to 406 BCയിലാണ്. ഗ്രീക്ക് ഡ്രാമാസിലെ ഒരു പ്രധാന വ്യക്തി തന്നെയാണ് ഇദ്ദേഹം.
100 പ്ലേസ് 100ഓളം ഡ്രാമ പ്ലേസ് ഇദ്ദേഹം രചിച്ചതായിട്ട് കണക്കാക്കുന്നുണ്ട്. അടുത്തൊരു വ്യക്തിയാണ് യൂറിപ്പൈഡ്സ്. യൂറിപ്പൈഡ്സ് ജീവിക്കുന്നത് 480 to 406 BC-യിലാണ്. ഇദ്ദേഹവും ട്രാജിക് ഡ്രാമാസിന്റെ ഒരു അതിനെ പ്രൊമോട്ട് ചെയ്തില്ല, ട്രാജിക് ഡ്രാമാസിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഡ്രാമാസിൽ എപ്പോഴും അടിമ വിഭാഗത്തിൽപ്പെടുന്ന സ്ലേവ്സിനോട് ഭയങ്കര സിമ്പതിയും സ്നേഹവും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്ത്രീകളെ എങ്ങോട്ടും വിടാതെ അടച്ചിടണമായിരുന്നു. സ്ത്രീകൾക്ക് സോഷ്യൽ ലൈഫ്, സാമൂഹിക ജീവിതം നിഷേധിക്കുന്നതിനെതിരെ ഇദ്ദേഹത്തിന്റെ ഡ്രാമാസിൽ ഇദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ സ്ത്രീകളുടെ അവകാശ നിഷേധങ്ങൾ പലപ്പോഴും ഇദ്ദേഹത്തിന്റെ ഡ്രാമാസിലെ വിഷയങ്ങളായിട്ടുണ്ടായിരുന്നു. ദെൻ ഇദ്ദേഹത്തിന് യുദ്ധത്തിനോടുള്ള വെറുപ്പ് ഇദ്ദേഹത്തിന്റെ ഡ്രാമാസിലെ പ്രധാന വിഷയമായിരുന്നു. ആരുടെയാണ്? യൂറിപ്പൈഡ്സിന്റെ. ദെൻ അടുത്തൊരു വ്യക്തിയാണ് അരിസ്റ്റോഫേൻസ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 444 to 380 BC ആണ് അരിസ്റ്റോഫേൻസിന്റെ. ഇദ്ദേഹമാണ് ഗ്രീക്ക് കോമഡിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഗ്രീക്ക് കോമഡിയൻ എന്നാണ് അരിസ്റ്റോഫേൻസിനെ അറിയപ്പെട്ടത്. ഗ്രേറ്റസ്റ്റ് ഗ്രീക്ക് കൊമേഡിയൻ എന്നാണ് അരിസ്റ്റോഫേൻസ് അറിയപ്പെട്ടത്. ഇദ്ദേഹം കൂടുതലും കൊമിക് പ്ലേസ്, അപ്പോൾ ട്രാജിക് പ്ലേസ് അല്ലെങ്കിൽ ട്രാജഡി ഡ്രാമാസ് ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു കൊമിക് ഡ്രാമാസിന് ഈ ഒരു കാലഘട്ടത്തിലും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഒരു 444 BC കാലഘട്ടമൊക്കെ ആകുമ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ട്രാജഡി ഒരു മെയിൻ വിഷയമായിരിക്കുമ്പോഴും ഗ്രീക്ക് കോമഡിയും ഡ്രാമാസിലൊരു വിഷയം തന്നെ ആയിരുന്നു. ദെൻ നെക്സ്റ്റ് ഹെറോഡോട്സ്. ഹെറോഡോട്സ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഫസ്റ്റ് ഹിസ്റ്റോറിയൻ ആയിരുന്നു ഹെറോഡോട്സ്. ഏഥൻസിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിനെയാണ് ദ ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത്. ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിനെയാണ്. പെറിക്ലസിന്റെ ഭരണ കാലഘട്ടത്തിലാണ് ഈ ഹെറോഡോട്ടസ് ജീവിച്ചിരുന്നത്. ഇദ്ദേഹം പ്രധാനമായിട്ടും ഗ്രീക്കും പേർഷ്യൻസും തമ്മിലുള്ള യുദ്ധത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള യുദ്ധങ്ങളാണ്. ഗ്രീക്കും പേർഷ്യൻസും തമ്മിലുള്ള പേർഷ്യൻ യുദ്ധങ്ങളെ കുറിച്ചാണ് ആരെഴുതിയിട്ടുള്ളത്? ഹെറോഡോട്സ് എഴുതിയിട്ടുള്ളത്. ഹി വാസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. ദെൻ അടുത്തൊരു വ്യക്തിയാണ് തൂസിഡൈഡ്സ്. തൂസിഡൈഡ്സും ഇതുപോലെ തന്നെ ഹിസ്റ്ററിയുടെ ഒരു പ്രധാന വ്യക്തിത്വമാണ്. ഹി വാസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സയന്റിഫിക് ഹിസ്റ്ററി. എന്താ പറയാ, ചരിത്രത്തിനെ തന്നെ കുറച്ചും കൂടെ ശാസ്ത്രീയമായി കണ്ട വ്യക്തി എന്ന നിലയ്ക്ക് സയന്റിഫിക് ഹിസ്റ്ററിയുടെ പിതാവ് എന്നാണ് തൂസിഡൈഡ്സിനെ കുറിച്ച് അറിയുന്നത്. ഏഥൻസിൽ തന്നെയാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. ഹെറോഡോട്സിന് ശേഷമാണ് തൂസിഡൈഡ്സിന്റെ ഒരു പീരീഡ് വരുന്നത്. തൂസിഡൈഡ്സിന്റെ പ്രധാനപ്പെട്ട ചരിത്ര വിഷയം എന്ന് പറയുന്നത് സ്പാർട്ടൻസും ഏഥൻസും തമ്മിലുള്ള യുദ്ധമാണ്. പെലപ്പനേഷ്യൻ വാർസ്. സ്പാർട്ടൻസും ഏഥൻസും തമ്മിലുള്ള ഹിസ്റ്ററി ഓഫ് വാർസ് ബിറ്റ്വീൻ ദി ഏഥൻസ് ആൻഡ് സ്പാർട്ടൻസ്. അതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ ശാസ്ത്രീയപരമായിട്ട് ലിറ്ററേച്ചറിനെ സമീപിച്ച ഒരു വ്യക്തിയാണ്, ഒരു ഫിലോസഫറും കൂടിയാണ്. ഇപ്പോൾ ലിറ്ററേച്ചർ എന്ന് പറയുന്ന മേഖലയെ, സാഹിത്യ മേഖലയെ കുറച്ചുകൂടെ ശാസ്ത്രീയപരമായിട്ട് ഇദ്ദേഹം സമീപിച്ചിരുന്നു. അടുത്താണ് ഡെമോസ്തനീസ്. 4th century BC-യിലാണ് ജീവിച്ചിരുന്നത്. ഇദ്ദേഹവും ഹിസ്റ്ററിയുമായിട്ട്, വാമൊഴി ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇത്രയാണ് ലിറ്ററേച്ചർ ആൻഡ് ഹിസ്റ്ററി എന്ന മേഖലയിലുള്ള ഗ്രീക്സിന്റെ പ്രധാന സംഭാവനകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗ്രീക്ക് ആർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സ്കൾപ്ചർ വർക്ക്സ് ഒക്കെ ആ കാലഘട്ടത്തിൽ ഗ്രീക്സ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ദൈവങ്ങളെ ഡെപിക്റ്റ് ചെയ്തിട്ടുള്ള സ്കൾപ്ചർ വർക്ക്സ് തന്നെയായിരുന്നു ആദ്യകാലങ്ങളിൽ ഗ്രീക്കുകാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് പൊളിറ്റിക്സിനെ കുറിച്ച്, രാഷ്ട്രീയപരമായിട്ടും എത്തിക്സ്, നന്മ കാര്യങ്ങൾ, മോറൽ വാല്യൂസ് ഒക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള പല ഇമേജസും അവർ ആർട്ടിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഏഥൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കൾച്ചറൽ സുപ്പീരിയോറിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏഥൻസിന് എപ്പോഴും അവരെന്ന് പറയുന്നത് ഒരു ഉയർന്നു നിൽക്കുന്നവരാണ്, മറ്റ് പുറത്തുനിന്ന് വരുന്നവരൊക്കെ ഇൻഫീരിയർ ആണ്, താഴ്ന്നവരാണെന്നൊരു തോന്നലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു സുപ്പീരിയോറിറ്റിയുടെ ഭാഗമായിട്ട് ഭംഗിയുള്ളത് എന്തും നല്ലത് എന്നൊരു ചിന്താഗതിയാണ് ഇവർക്കുള്ളത്. ഏഥൻസിന് അവരെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അവർക്ക് ഭംഗി തോന്നിയാൽ അത് നല്ലത്, ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അത് ഗുഡ് എന്നാണ് അർത്ഥം എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഗ്രീക്ക് ആർട്ടിന്റെ ഒരു ചരിത്രത്തിനെ 3 കാലഘട്ടമായിട്ട് തിരിക്കുന്നുണ്ട്. എന്നാൽ 3 കാലഘട്ടം ഗ്രീക്ക് ആർട്ടിന്റെ ചരിത്രത്തെ 3 കാലഘട്ടമായി തിരിക്കുന്നുണ്ട്. ഫസ്റ്റത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 6 മുതൽക്ക് 7th century BC, 6th to 7th century BC വരെ കാലഘട്ടത്തിൽ ഈജിപ്തിന്റെ വലിയൊരു ഇൻഫ്ലുവൻസ്, ഈജിപ്തിന്റെ സ്വാധീനമുള്ള ഗ്രീക്ക് ആർട്ട് വർക്കുകളാണ് കാണാൻ സാധിക്കുക 6th to 7th centuryയിൽ. അതിനുശേഷം രണ്ടാമത്തെ പീരീഡ് എന്ന് പറയുന്നത്
5th സെഞ്ച്വറി BC അതെന്ന് പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഒരു തനത് രീതി ഡെവലപ്പ് ചെയ്ത് വരികയാണ്. കൂടുതൽ പെർഫെക്ഷൻ ഉണ്ടായി ആർക്കിടെക്ചറിലും സ്കൾപ്ചർ വർക്ക്സിലും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതി മുന്നോട്ട് വെക്കാൻ തുടങ്ങി. കൂടുതൽ നല്ല രീതിയിലുള്ള വർക്കുകൾ ആ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ഒരു പീരീഡ് തുടങ്ങുന്നത് 4th സെഞ്ച്വറി BC ഈ ഒരു കാലഘട്ടത്തിൽ ആർക്കിടെക്ചർ പതുക്കെ ഡിക്ലൈൻ ചെയ്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഈ 3 കാലഘട്ടമായിട്ടാണ് ഗ്രീക്ക് ആർട്ടിനെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഗ്രീക്ക് ആർട്ട് എന്ന് പറഞ്ഞാൽ ഒരു വേൾഡിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഗ്രീക്ക് ആർട്ട്, ഇപ്പോൾ സ്കൾപ്ചർ വർക്ക്സ് ആയിക്കോട്ടെ, ഈ സ്കൾപ്ചർ വർക്ക്സിൽ തന്നെ ആ ഒരു ഫീച്ചേഴ്സ്, ഇപ്പോൾ അവർ സ്കൾപ്ചർ വർക്ക്സിൽ അവർ ഇപ്പോൾ ഒരു സ്കൾപ്ചർ ഉണ്ടാക്കിയുമ്പോൾ അവർ ഡ്രസ്സിൻ്റെ ഒരു ഫീച്ചർ ഉണ്ടായിരിക്കും, അവരുടെ മുഖത്തിൻ്റെ ഷേപ്പിനൊരു ഫീച്ചർ ഉണ്ടായിരിക്കും. ഇതൊക്കെ തന്നെ മറ്റ് രാജ്യങ്ങളുടെയും സ്കൾപ്ചറിൽ നമുക്ക് കാണാൻ സാധിക്കും പിന്നീട്. കാരണം അതൊരു ഇൻഫ്ലുവൻസ് ആയിരുന്നു. ഗ്രീക്ക് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അത്രയും ഉണ്ടായിരുന്നു. എല്ലായിടത്തേക്കും വൈഡായിട്ട് എക്സ്പാൻഡ് ചെയ്ത് പോയിട്ടുള്ള ഒരു കൾച്ചർ തന്നെയായിരുന്നു ഗ്രീക്ക് കൾച്ചർ, ഗ്രീക്ക് ആർട്ട് എന്ന് പറയുന്നത്. ഇതായിരുന്നു പ്രധാനമായിട്ടും ഗ്രീസിൻ്റെ അല്ലെങ്കിൽ ഗ്രീക്ക് ലെഗസി എന്ന യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.